സമൂഹത്തിൽ അക്രമങ്ങൾ കൂടുകയാണെന്നും ലഹരി കേസിൽ ഏറ്റവും കൂടുതൽ നടപടിയെടുത്ത സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി സംഘങ്ങളുടെ പ്രവർത്തനത്തിന് ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ലഹരിയുടെ പേരിൽ എസ്.എഫ്.ഐക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപണവുമായെത്തി. പ്രതിപക്ഷ നേതാവ് കെ.എസ്.യു നേതാക്കളെ ഉപദേശിക്കുകയാണ് ആദ്യം വേണ്ടത് എന്നായിരുന്നു എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവിന്റെ മറുപടി. ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഗവൺമെന്റ് സ്വന്തം ആളെ ഒരു പൊളിറ്റിക്കൽ പേട്രണേജ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുകയാണ്. ഗവൺമെന്റിന് സ്വന്തക്കാരെ സംരക്ഷിച്ചാൽ മാത്രം മതി. അപകടകരമായ ഈ സ്ഥിതിവിശേഷം പ്രതിപക്ഷം ഏതൊരു കാര്യത്തിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് വളരെ വളരെ നിരുത്തരവാദപരമാണ്. മാത്രമല്ല അത് അങ്ങേയറ്റം ഒരു സാമൂഹിക വിരുദ്ധമായ നിലപാടുമാണ്. സമൂഹം എന്ന നിലയിൽ ആകെ നേരിടേണ്ട കാര്യം, പ്രതിപക്ഷം ഭരണപക്ഷം എല്ലാം ഒരുമിച്ച് നിന്ന് നേരിടേണ്ട ഒരു കാര്യമാണ്. എത്ര കേസുകളിൽ എസ്.എഫ്.ഐ ഇൻവോൾവ്? സിദ്ധാർത്ഥന്റെ കേസ്, മെഡിക്കൽ കോളേജിലെ കേസ്, യൂണിവേഴ്സിറ്റിയിലെ കേസ്, ഞാൻ 1 ഡസൻ കേസ് എടുത്തു തരാം. അവർക്ക് ഡോമിനൻസ് ഉള്ള ക്യാമ്പസുകളിൽ അവരിതിന്റെ ഏജന്റുമാരായി മാറുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. സുനിൽ കനകോലു മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രസ് കാർഡിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് വി.ഡി. സതീശൻ ഇതൊക്കെ ആക്രമിച്ച് എസ്.എഫ്.ഐ ആക്രമിച്ച് പുതിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരെ ഉപദേശിക്കുകയായിരുന്നു. ആദ്യം അവരെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക്. ഇക്കാര്യത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. എസ്.എഫ്.ഐയുടെ ഇടിമുറിയെക്കുറിച്ചൊക്കെ വാർത്തകൾ വന്നിരുന്നു, കെ.എസ്.യുവിന്റെ അക്രമത്തെക്കുറിച്ച് വാർത്ത വന്നു, എ.ബി.വി.പിയെ കുറിച്ച് വന്നു. വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ പരസ്പരം പഴിചാരാതെ ഇത്തരം വിഷയങ്ങളിലെങ്കിലും ഒന്നിച്ചു നിന്ന് ഈ മയക്കുമരുന്ന് ലഹരി അതാണ് പ്രശ്നത്തിന് കാരണമെങ്കിൽ അത് ഇല്ലാതാക്കാൻ മാത്രമല്ല അക്രമമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സ്മിത, നമ്മൾ ഈ കോളേജുകളിലും ഒപ്പം മറ്റു വിദ്യാലയങ്ങളിലും ഒക്കെ നടക്കുന്ന ഇങ്ങനെ അക്രമ സ്വഭാവങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു തടയിടേണ്ടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ്. അത് എസ്.എഫ്.ഐ ആണെങ്കിലും കെ.എസ്.യു ആണെങ്കിലും എ.ബി.വി.പി ആണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും അതിന് നേതൃത്വം നൽകേണ്ടത് അവിടുത്തെ വിദ്യാർത്ഥികളും നേതാക്കളുമാണ്. അപ്പോൾ പരസ്പരം ഇങ്ങനെ പഴിചാരിയിട്ട് എന്താണ് കാര്യം? കാരണം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, മുൻപുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പാർട്ടിയും അത്ര ഭേദമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എസ്.എഫ്.ഐ ആയാലും കെ.എസ്.യു ആണെങ്കിലും എ.ബി.വി.പി ആണെങ്കിലും ഏതൊരു വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിനെയും ശരീരത്തെയുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു പൊതു വിദ്യാർത്ഥി സമൂഹം എന്ന രീതിയിൽ കണക്കാക്കുകയും അത് കൈകാര്യം ചെയ്യപ്പെടുകയും വേണം. ഇനി നമ്മളിതിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ലഹരിക്കെതിരായ നടപടി ശക്തമാക്കി പോലീസ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2854 പേരാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായ പരിശോധനയിൽ അറസ്റ്റിലായത്. 1.5 കിലോ MDMA-യും 1.5 ക്വിൻ്റൽ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ കണക്കുകൾ പുറത്ത് വരുമ്പോൾ അത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഒപ്പം തന്നെ ഇത്രയധികം കഞ്ചാവും MDMA-യും ഒക്കെ സംസ്ഥാനത്തേക്ക് എത്തുന്നു, അതിന് ഒരു വിതരണ ശൃംഖലയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താ പറയുന്നത്, അതിന് വേണ്ട നടപടികൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്താണിപ്പോൾ പോലീസിൻ്റെ ഏറ്റവും പുതിയ നീക്കം? ക്രിസ്tina സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ പിടിക്കപ്പെടുന്ന ലഹരി മരുന്നുകളുടെ കണക്കാണ് പുറത്തു വരുന്നത്. അത് തന്നെ ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ പോലീസിന്റെയും എക്സൈസിന്റെയും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളുടെയും ഒക്കെ കണ്ണ് വെട്ടിച്ച സംസ്ഥാനത്തിനകത്തേക്ക് വരുന്ന ലഹരിയുടെ കണക്കുകൾ അത് ഏറെ നമ്മളെ ഞെട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഓപ്പറേഷൻ ഡി ഹണ്ട് അത് സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ പോലീസ് രൂപീകരിച്ചൊരു പ്രത്യേക കർമ്മ പദ്ധതിയായിരുന്നു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്ങനെ കാര്യമായ ഓപ്പറേഷൻ ഡി ഹണ്ടിന് റെയ്ഡ് നടത്തിയില്ല. എന്നാൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ലഹരി അക്രമ സംഭവങ്ങൾ കൂടിയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയത്. ലോ ആൻഡ് ഓർഡർ ADGP മനോജ് എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ കർശനമായ പരിശോധന കഴിഞ്ഞ ഒരാഴ്ചക്കാലം നടന്നു. അതിലെ കണക്കുകളാണ്. ഏതാണ്ട് 17,246 പേരെയാണ് പരിശോധിച്ചത്. ഇതിൽ 2,762 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2,854 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തന്നെ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. 153 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. 1.5 കിലോയോളം MDMA. ഈ 1.5 കിലോ MDMA എന്ന് പറയുമ്പോൾ അത് അന്താരാഷ്ട്ര വിപണിയിലടക്കം എത്രത്തോളം രൂപ വില വരുന്നതാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ ഹാഷിഷ് ഓയിൽ, ബ്രൗൺ ഷുഗർ, നിട്രസെപ്പം ടാബ്ലറ്റുകൾ, അൽപ്രസലാം ടാബ്ലറ്റുകൾ ഉൾപ്പെടെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തേക്ക് ലഹരി ഒഴുക്ക് അതൊട്ടും കുറവില്ല. ഏതായാലും വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ ഡി ഹണ്ട് രഹസ്യ സ്വഭാവത്തിൽ നടത്താൻ തന്നെയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന്റെ തീരുമാനം. പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞ പൊതുജനങ്ങളിൽ നിന്നടക്കം വിവരശേഖരണം നടത്തി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ ഡി ഹണ്ട് അടുത്ത ഘട്ടം നടക്കും. ക്രിസ്tina.